ഇതാ മോനെ ആ കൊച്ചിന്റെ വീട്. പാവം കുഞ്ഞാ. ബേക്കറി ജോലിക്ക് പോയാ ആ കുഞ്ഞ് കഴിയുന്ന. അതിന്റെ വരുമാനേ ഉള്ളു ഇവിടെ. രണ്ടുപേരും തന്നക്കാരാ. എന്റെ മോളിങ്ങനെ പോവുമെന്ന് ഞാൻ അറിഞ്ഞില്ലേ. ഇനി എനിക്ക് ആര് ഒന്ന് അന്വേഷിച്ചത്. നീ എന്റെ കുഞ്ഞു പോയി. ഇന്ന് രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ നീ എന്റെ പൊന്ന്. മരണപ്പെട്ട ശ്രീകുട്ടിയുടെ വീടാണിത്. ഈ ഒരു ചെറ്റക്കുടിലാണ് ആ പെൺകുട്ടി താമസിച്ചു വന്നത്. കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടത്. വീടെന്ന സ്വപ്നം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ഒരു ബേക്കറി ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു വന്നത്. എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു. അങ്ങനെ എന്നെ ആശുപത്രി കൊണ്ടുപോയി എന്റെ മോൾ എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ പറഞ്ഞു, മോളെ ഞാനതിരുന്ന് അച്ഛനെ പിടിയല ഞാനെന്നും പറഞ്ഞ് എന്റെ മോള് കൊണ്ടുപോയി എന്നെ ചികിത്സിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കി. എനിക്ക് 2 പെൺമക്കളാ. അതിലേക്ക് വേറെ പാവം കുഞ്ഞാത്. ഒരു 3 പേരേ ഉള്ളു. രണ്ടുപേരും തന്നക്കാരാ. ഇത്ര ദിവസം ഗുളികയും മരുന്നും കഴിക്കുക. ആ കുഞ്ഞാ മേടിച്ചു കൊടുക്കുന്നതിനൊക്കെ. അതാണ്ട് ഇത് അവരിവിടെ ഇങ്ങനെ വാടാക്കിയിരിക്കുന്നതേ ഉള്ളു. വീടിന്റെ ഒരു അത്താണിയാണ് ഈ കുഞ്ഞ്. ഷെഡിനകത്താണ് അവർ താമസിക്കുന്നത്. വീട് വെച്ചിട്ട് കല്യാണം കഴിക്കാനായിട്ട് ഇരുന്നായിരുന്നു. അതിറങ്ങിപ്പോയി വീടും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കുഞ്ഞായിരുന്നു.